നെൽകർഷകർക്ക് നെല്ലിന്റെ വില അടിയന്തരമായി നൽകണമെന്ന് കുമ്മനം രാജശേഖരൻ. നെല്ലിന്റെ വില നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ ക്രമക്കേട് കാട്ടുന്നുണ്ടെന്നും കുമ്മനം ചൂണ്ടിക്കാട്ടി. നിലവിൽ 596 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് നെല്ലുവിന ഇനത്തിൽ നൽകാനുള്ളത്. കുട്ടനാട്ടിലെ അടക്കം കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന ആവശ്യമാണ് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനങ്ങൾ ഒപ്പുവെച്ച MOUവിൽ 5ാം ഖണ്ഡികയിൽ പറയുന്നത് നെല്ല് സംഭരിച്ചാൽ 7 ദിവസത്തിനകം കർഷകർക്ക് വില നൽകിക്കൊള്ളാമെന്നാണ്. എന്നാൽ കേരളത്തിൽ അത് നടപ്പാക്കുന്നില്ലെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. നെല്ല് കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്, പണം തരൂ. അത് എവിടെ നിന്നെങ്കിലും പണം കണ്ടെത്തിയാണെങ്കിലും കേരള സർക്കാർ കൊടുത്തേ മതിയാവും. അതാണ് കർഷകരുടെ പ്രധാനപ്പെട്ടൊരു ആവശ്യം. അത് കൊടുക്കണം, അത് പരിഹരിക്കണം, എങ്ങനെയും പരിഹരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 5 രൂപ 1 പൈസ വർദ്ധിപ്പിച്ചപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് 5 വർഷം മുമ്പത്തെ വിലയായ 28 രൂപ 20 പൈസ തന്നെയാണെന്നും സംസ്ഥാന സർക്കാർ കാട്ടുന്ന ക്രമക്കേടാണിതെന്നും കുമ്മനം ചൂണ്ടിക്കാട്ടി. കൊടുക്കുന്ന വിലയിലും വാസ്തവത്തിൽ വലിയ ഒരു ക്രമക്കേടുണ്ട്. കാരണം ഇപ്പോഴും 28 രൂപ 20 പൈസയാണ് കൊടുക്കുന്നത്. കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് പല പ്രാവശ്യം കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോത്സാഹനം എന്നുള്ള നില, ഇൻക്രിമെൻ്റ് എന്നുള്ള നിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക കർഷകർക്ക് കൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായിട്ട് വർദ്ധിപ്പിച്ചത് 5 രൂപ 1 പൈസയാണ്. എന്നിട്ടും ഈ 28 രൂപ 20 പൈസയൊന്നും കൂട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പണം കൂട്ടുന്നുണ്ട്, പക്ഷേ കേരള ഗവൺമെൻറ് കുറയ്ക്കുകയാണ്. അതെന്താണ്? അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. നിലവിൽ 596 കോടി രൂപയാണ് നെല്ലുവില ഇനത്തിൽ കർഷകർക്ക് നൽകാനുള്ളത്. കുട്ടനാട്ടിൽ മാത്രം 88 കോടിയിലധികം രൂപ കർഷകർക്ക് ലഭിക്കാനുണ്ട്. ഇത് കർഷകരെ വലിയ കടക്കണിയിലേക്കാണ് തള്ളിവിടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.